ഞാൻ ശാന്ത വിജയ്. കഴിഞ്ഞ നാളിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. കുട്ടിക്ക് സമീപ ഭാവിയിലൊരു അപകടമുണ്ടായി. ശിരസിനാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. തലയിടിച്ച് വീഴുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ ജാതകം അനലൈസ് ചെയ്തപ്പോൾ മേടൻ രാശിയിൽ ഭവഗ്രഹങ്ങളുടെയൊക്കെ ബന്ധമുണ്ടായിരുന്നു. അത് ശിരസിനെ കാണിക്കുന്ന ഒരു രാശിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന ജാതകത്തിൽ തന്നെ സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ദശകാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക്, ചന്ദ്രദശ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചന്ദ്രനും ചൊവ്വയും കൂടെ നിൽക്കുന്നു. അത് മനസ്സിന് ചഞ്ചലത്വം ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏഴര ശനിയാണ് ഇപ്പം നടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ്. അപ്പോൾ ഏഴര ശനി, കണ്ടകശനി അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ആളുകൾ കേൾക്കുന്നതും അതിനെ ഭയപ്പെടുന്നതും ഒക്കെയാണ്. എന്നിരുന്നാലും ഈ കുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വയും ചന്ദ്രനും തമ്മിലുള്ള കോമ്പിനേഷനും ജാതകത്തിലെ ശനിയുടെ ദൃഷ്ടിയും കൂടെയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾക്ക് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഈ കണ്ടകശനി അല്ലെങ്കിൽ ഏഴര ശനി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശനിയെ പറ്റിയാണ് കൂടുതലും ഇങ്ങനെ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ വരുന്നത്. യഥാർത്ഥത്തിൽ ശനിയെ പേടിക്കേണ്ട ഒരു ഗ്രഹമേ അല്ല. ശനി എന്ന് പറയുന്നത് നമുക്ക് അറിവ് കൊടുക്കുന്ന ഗ്രഹമാണ്. നമ്മളെ ആഴത്തിലുള്ള അറിവിലേക്ക് കൊണ്ടുപോവുക, ജീവിതത്തിൻ്റെ സത്യത്തെ നമ്മൾക്ക് വെളിവാക്കി തരിക. അതായത് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. കാരണം നമ്മളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ടൊരു കാലതാമസം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾക്ക് അതിനോടൊരു മമത കുറഞ്ഞിട്ട് നമ്മൾ സത്യത്തെ അറിയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ വിജ്ഞാനമയ കോശത്തിൻ്റെ ഗ്രഹമാണ് ശനി. മാത്രമല്ല, ജാതകത്തിലെ ഏറ്റവും പ്രബലമായിട്ട് നമ്മൾ അനുഭവിച്ച് തന്നെ തീരും എന്നുള്ള ഫലങ്ങൾ യോഗഫലങ്ങളാണ്. അത് രാജയോഗങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങളിൽ എല്ലാ യോഗങ്ങളൊന്നും ഫലദാന ശേഷിയിൽ അത്ര ശ്രേഷ്ഠമല്ല, പക്ഷേ ശ്രേഷ്ഠമായിട്ടുള്ള കുറേയേറെ യോഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ കൃത്യമായും അത് സൂചിപ്പിക്കുന്ന ഫലം അനുഭവിക്കും. അത് ദൃഢാദൃഢമെന്ന് പറയും. ആ ഫലം നമ്മൾ അനുഭവിച്ച് മാത്രമേ ഇവിടെ നിന്ന് പോകുള്ളൂ. അതേപോലെ ദശാഫലങ്ങളുണ്ട്. നമ്മൾക്ക് നടക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം, നക്ഷത്ര ദശാകാലം. അതാണ് ഞാൻ മുൻപേ പറഞ്ഞ കുട്ടിയുടെ ചന്ദ്രദശ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപകടം ആ ജാതകത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. അതേപോലെയുള്ള ദശാഫലങ്ങൾ അത് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പിന്നെ ഈ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ഫലം എന്ന് പറയുന്നത് അദൃഢമാണ്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അത് സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നമ്മളുടെ ജാതകത്തിലെ എന്ത് ദശകാലമാണ് നടക്കുന്നത്, ജാതകത്തിലെ ഗ്രഹങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അവയർനെസ്സോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ളത്. ഈ ശനി എന്ന് പറയപ്പെടുന്ന ഗ്രഹം നമുക്ക് കർമ്മത്തിന് സാക്ഷിയായിട്ടുള്ള ഗ്രഹമാണ്. നമ്മുടെ കർമ്മത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കർമ്മഫലം തരുന്ന ഗ്രഹവുമാണ്. ഇപ്പം ജാതകത്തിൽ മേടൻ രാശി 1ാമത്തെ രാശിയായിട്ട് പറയും. 10ാമത്തെ രാശിയായിട്ടുള്ള മകരൻ രാശിയുടെയും 11ാമത്തെ രാശിയായിട്ടുള്ള കുംഭൻ രാശിയുടെയും അധിപനാണ് ശനി. മകരൻ രാശി എന്ന് പറയുന്നത് കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ രാശിയാണ്. അവിടെ രാശി സൈന് സൂചിപ്പിക്കുന്നത് ഒരു മുതലയും പുറമേക്കൊരു മാനിനെയും കാണുന്ന രീതിയിലാണല്ലോ. അപ്പം നമ്മൾക്ക് 2 രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാവുന്നത് സൂചിപ്പിക്കുന്നുണ്ടെന്ന്. മുയലിനെ പോലെ നിഷ്കളങ്കമായ ശ്രേഷ്ഠമായ ഒക്കെ കർമ്മങ്ങൾ ചെയ്യാം. പിന്നെ മുതലയെ പോലെ ഹിഡനായിട്ട് മുതലയെ പോലെയുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് ധനു എന്ന് പറയുന്ന രാശി കഴിഞ്ഞാണ് മകരൻ രാശി. ധനു എന്ന് പറയുന്ന ഗ്രഹം നമ്മളെ ധർമ്മവും നീതിയും തപസ്സും പുണ്യവും ഒക്കെ പഠിപ്പിക്കുന്ന രാശിയാണ്. അതിനുശേഷമാണ് ഈ മകരൻ രാശി വരിക. അപ്പോൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണോ നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്നുള്ള ധർമാധർമ്മ ബോധമൊക്കെ ഉണ്ടായതിന് ശേഷം വേണം അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ശനി സൂചിപ്പിക്കുന്നത്. ഇനി അതിന് ശേഷമോ കർമ്മം ചെയ്യുന്നതിന് അധികാരിയായിട്ടുള്ള ഗ്രഹം തന്നെയാണ് നമുക്ക് ലാഭം തരുന്നത്. 11ാം ഭാവമായിട്ടുള്ള കുംഭത്തിൻ്റെ അധിപൻ. ആ രാശിയുടെ രാശി സൈൻ എന്ന് പറയുന്നത് ഒരു പുരുഷൻ
തോളിലൊരു കുടം കമഴ്ത്തി ഇങ്ങനെ പിറകിലേക്ക് കമഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതായത് ആ കുടത്തിലുള്ളതെല്ലാം കമഴ്ത്തി കളയുക. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ശ്രേഷ്ഠവും ഉദാത്തവുമാണത്. ലാഭമെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ കമഴ്ത്തി കളയുകയാണ്. മാത്രമല്ല അത് പിറകിലേക്കാണ് കളയുന്നത്. മുന്നിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധയിൽ പോകും. നമ്മുടെ കണ്ണ് കൊണ്ട് കാണുകയോ ശ്രദ്ധയിൽപ്പെടുകയോ പോലും ചെയ്യാതെ, അത്ര പോലും അതിനോട് മമതയില്ലാതെ ഈ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലാഭം. കർമ്മേച്ഛ, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക, ആ കർമ്മഫലത്തിനെ ത്യജിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പാഠമാണ് നമുക്ക് ശനി പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള ശനിയെ നമ്മൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ഒരു ഗുരുവാണ്, ടീച്ചിങ് പീരീഡാണ് ശനിദശാകാലം എന്ന് പറയുന്നത്. ജാതകത്തിലുള്ള ശനിദശയല്ല ഞാനിപ്പോൾ പറഞ്ഞത്, ചാരവശാലുള്ള, അതായത് നമ്മുടെ നക്ഷത്രം, ജനിച്ച നക്ഷത്രത്തിൻ്റെ ഏതൊക്കെ രാശികളിൽ ഗ്രഹങ്ങൾ 1, 4, 7, 10 നിൽക്കുന്നതിനെ കണ്ട ശനി എന്ന് പറയും. ജനിച്ച രാശിയുടെ പുറകിൽ നിൽക്കുന്ന 2.5 വർഷവും ജനിച്ച രാശിയിൽ നിൽക്കുന്ന 2.5 വർഷവും നമ്മുടെ ജനിച്ച നക്ഷത്ര രാശിയുടെ അടുത്ത രാശിയിൽ നിൽക്കുന്ന 2.5 വർഷവും 7.5 ശനി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലയളവിൽ നമ്മൾ ആത്മീയമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയെ പ്രാപിക്കാനുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക.